കേരളം വീണ്ടും ചരിത്രം കുറിച്ചിരിക്കുന്നു. സാക്ഷരതാ പ്രവർത്തനങ്ങളിലൂടെ ലോകത്തിന് മുന്നിൽ വിസ്മയം തീർത്ത കേരളം ഇപ്പോൾ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനമായി പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നു. തലസ്ഥാനമായ തിരുവനന്തപുരത്തെ സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടന്ന ഗംഭീരമായ ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഈ സുപ്രധാന പ്രഖ്യാപനം നടത്തിയത്. സാങ്കേതിക വിദ്യയുടെ സാധ്യതകൾ സാധാരണക്കാരിലേക്ക് എത്തിച്ചുകൊണ്ട് കേരളം ഒരു നവകേരളത്തിലേക്കുള്ള നിർണായകമായ ചുവടുവെപ്പ് നടത്തിയിരിക്കുകയാണ്. പുല്ലമ്പാറ പഞ്ചായത്തിൽ കോവിഡ് കാലത്ത് ആരംഭിച്ച ഒരു ചെറിയ പദ്ധതിയാണ് ഇന്ന് സംസ്ഥാനം ഒട്ടാകെ വ്യാപിച്ചത് ഒരു വലിയ പ്രസ്ഥാനമായി മാറിയതും. ഓരോ പൗരനും സ്മാർട്ട് ഫോൺ ഉപയോഗിച്ച് ഓൺലൈനായി ബില്ലുകൾ അടയ്ക്കാനും സമൂഹ മാധ്യമങ്ങളിൽ ഉപയോഗിക്കാനും തദ്ദേശ സ്ഥാപനങ്ങളുടെ സേവനങ്ങൾ ലഭ്യമാക്കാനും പ്രാപ്തരാക്കുക എന്നതായിരുന്നു പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. 2.57 ലക്ഷം സമ്പന്ന പ്രവർത്തകരുടെ അശ്രാന്ത പരിശ്രമമാണ് ഈ നേട്ടത്തിന് പിന്നിലുള്ളത്. ഈ പദ്ധതിയുടെ വിജയം കേരളത്തിന്റെ കൂട്ടായ പ്രവർത്തനത്തിന്റെ ഒരു ഉദാഹരണമാണ്. പുല്ലമ്പാറ പഞ്ചായത്തിൽ നിന്ന് തുടങ്ങി പിന്നീട് തളിപ്പറമ്പിനെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടിയ ആദ്യ നിയമസഭാ മണ്ഡലമായി പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഇടം പദ്ധതി ഒടുവിൽ ഡിജിറ്റൽ കേരളം എന്ന പേരിൽ സംസ്ഥാനം മുഴുവൻ നടപ്പാക്കി. ഈ മുന്നേറ്റം കേരളം എപ്പോഴും സമൂഹത്തിലെ പിന്നോക്കം നിൽക്കുന്നവരെ കൈപിടിച്ച് ഉയർത്താൻ പ്രതിജ്ഞാബദ്ധമാണെന്ന് തെളിയിക്കുന്നു. പ്രഖ്യാപന ചടങ്ങിൽ നടന്ന ചില ഹൃദയസ്പർശിയായ നിമിഷങ്ങൾ ഈ നേട്ടത്തിന്റെ പ്രാധാന്യം വിളിച്ചോതുന്നതായിരുന്നു.